ഗുഡ് മോർണിംഗ്. അപ്പോൾ ഫ്രൈഡേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിട്ട് നമ്മൾ ഷോപ്പിങ്ങിന് പോയതൊക്കെ. സാറ്റർഡേ ആയിരുന്നു അവൻ്റെ ബർത്ത്ഡേ, അതായത് August 30. നമ്മൾ 2 ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്തത്. ഫ്രൈഡേ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിനെ വിളിച്ചു, അതേപോലെ സാറ്റർഡേ അവൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചു. ഫ്രൈഡേ സ്കൂളിൽ പോകാനായിട്ട് ചോക്ലേറ്റും അതേപോലെ പിള്ളേർക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് പെൻസിലും ഇറേസറും ഷാർപ്നറും ഒക്കെ മേടിച്ചിട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് ആ പുതിയ ഡ്രസ്സ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇതാണ് 2 ഷർട്ടാണ് നമ്മൾ മേടിച്ചത്, പിന്നെ ജീൻസും. ഇതായിരുന്നു അതിലൊരു ഷർട്ട്. ഇതാണ് നമ്മൾ സ്കൂളിലിട്ട് കൊടുത്തത്. ഇതിപ്പോൾ ഫ്രൈഡേയിൽ എടുത്ത വീഡിയോയാണ് കേട്ടോ. അതായത് നമ്മൾ ഈ വീഡിയോയിൽ 2 ദിവസത്തെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇടുന്നത്. അങ്ങനെ ഞാനാണെങ്കിൽ അവന് രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കിയായിരുന്നു. ഫുഡ് ഉണ്ടാക്കി പാക്ക് ചെയ്തിട്ട് അവനെ റെഡിയാക്കി പ്രാർത്ഥിച്ചിട്ട് അവനെ സ്കൂളിൽ വിട്ടു. സ്കൂളിൽ ചെന്നിട്ട് ടീച്ചറിൻ്റെ അടുത്ത് ഓൾറെഡി നമ്മൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ടീച്ചർ സ്കൂളിൽ സെലിബ്രേറ്റ് ചെയ്തായിരുന്നു. അതിൻ്റെ ഫോട്ടോസൊക്കെ ടീച്ചർ അയച്ചു തന്നായിരുന്നു. അതാണ് നമ്മൾ ഇവിടെ കൊടുത്തേക്കുന്നത്. ഇത്രയും പിള്ളേരല്ല കേട്ടോ ക്ലാസ്സിലുള്ളത്, ഇതിൽ കൂടുതൽ പിള്ളേരുണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ചയാണല്ലോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇവർ സമ്മർ വെക്കേഷൻ ആയപ്പോഴത്തേക്കിന് നാട്ടിൽ പോയ ഒരുപാട് ഫാമിലീസ് ഉണ്ട്. അവരൊന്നും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഒരു സെപ്റ്റംബർ പകുതി അല്ലെ സെപ്റ്റംബർ ആദ്യമൊക്കെ ആയിട്ട് അവർ വരത്തുള്ളൂ. അതാണ് കുറച്ച് പിള്ളേരായിട്ട് കാണിക്കുന്നത്. പിന്നെ ഒരു 12:30 കഴിഞ്ഞപ്പോഴത്തേക്കിന് ആൾ വീട്ടിൽ വന്നു കേട്ടോ. പിന്നെ അവിടെ ക്ലാസ്സിൽ നടന്ന വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ ഞാൻ കിച്ചണിലേക്ക് കയറി കേട്ടോ, വൈകിട്ടത്തേക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതായത് വൈകിട്ട് ഗസ്റ്റ് എന്താണേലും ഉണ്ടല്ലോ, അവർക്ക് ഫുഡ് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കാനായിട്ട് കയറിയതാട്ടോ ഞാൻ പയ്യെ. ബർത്ത്ഡേക്ക് ഒരു 2 മാസം മുൻപ് തന്നെ അവൻ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കണം. അതേപോലെ തന്നെ അവനിങ്ങനെ നമുക്ക് ലിസ്റ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ആരെയൊക്കെ വിളിക്കണം, എങ്ങനെയൊക്കെ വിളിക്കണം, അവർക്ക് എന്ത് ഫുഡ് കൊടുക്കണമെന്ന് വരെ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും നമ്മൾ വളരെ കുറച്ച് ആൾക്കാരെ വിളിച്ചുള്ളൂ. അതായത് അവൻ്റെ കുറച്ച് ക്ലോസ്ഡ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെയും നമ്മുടെ കുറച്ച് ക്ലോസ്ഡ് ആയിട്ടുള്ള ഫാമിലീസിനെ മാത്രമാണ് വിളിച്ചത്. പിന്നെ നമ്മൾ വൈകിട്ടത്തേക്ക് പ്രിപ്പയർ ചെയ്ത ഫുഡ് എന്നാന്ന് വെച്ചാൽ പ്രോൺസ് ബിരിയാണിയാണ്. പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കി, സാലഡ് ഉണ്ടാക്കി, പിന്നെ നമ്മൾ പാലട പായസം ഉണ്ടാക്കി കേട്ടോ. പായസം പൊതുവേ നമ്മൾ 2 ടൈമിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒന്നുകിൽ ആരുടെയെങ്കിലും ബർത്ത്ഡേ വരണം, ഇല്ലെങ്കിൽ ഓണം വരണം. ഈ 2 ടൈമിലെ നമ്മൾ സാധാരണയായിട്ട് ഞാൻ മിക്കവാറും എല്ലായിടത്തും കണ്ടിട്ടുള്ളത് അത് തന്നെയാണ്. ഈ 2 ടൈമിലെ നമ്മൾ നോർമലി പായസം ഉണ്ടാക്കാറുള്ളൂ, അല്ലാണ്ട് നമ്മൾ പായസം ഒന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല അല്ലേ. പിന്നെ റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിലുള്ള ഡെക്കറേഷനേ ഉള്ളൂ കേട്ടോ. പിന്നെ ഹാപ്പി ബർത്ത്ഡേയുടെ ഉള്ള റൈറ്റിംഗ് ഉണ്ടല്ലോ, അതൊക്കെ ഓൾറെഡി അതിൽ ഒട്ടിച്ചു വെച്ചു. പിന്നെ കുറേ ബലൂൺസ് ഉണ്ടായിരുന്നു വൈറ്റ്, അതെല്ലാം വീർപ്പിച്ചിട്ടു. വൈകിട്ട് ആയപ്പോഴത്തേക്കിന് നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നു കേട്ടോ. പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു, അവരെല്ലാവരും കളിച്ചു. പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്തു കേട്ടോ. കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും വന്ന ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും തന്നെ കേക്കൊക്കെ അവന് വായിൽ വെച്ച് കൊടുത്തു കേട്ടോ. കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പിന്നെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോയി. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം എല്ലാവരും ഒക്കെ വർത്തമാനം പറഞ്ഞിരുന്നിട്ട് എല്ലാവരും പിന്നെ വീട്ടിലേക്കൊക്കെ അങ്ങ് പോയി. അത് കഴിഞ്ഞ് നമ്മൾ അവനെ നേരെ കിടത്തി ഉറക്കി കേട്ടോ. ഇനി അവന് ഓൾറെഡി നമുക്ക് സർപ്രൈസായിട്ട് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടായിരുന്നു. അവനിങ്ങനെ വലിയ കാറ് അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, കയറിയിരുന്ന് ഓടിക്കാനൊക്കെ. അല്ലെങ്കിലും ബോയ്സിന് കാറും ബൈക്കും ഒക്കെ ഭയങ്കര ക്രേസാണല്ലോ. അപ്പോൾ അവൻ ഓൾറെഡി അത് ഭയങ്കരമായിട്ട് വേണമെന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ മേടിച്ചത് ഒരു ഇലക്ട്രിക്കിൻ്റെ സ്കൂട്ടറാണ് കേട്ടോ, വളരെ ചെറുതാണ്. അപ്പം ഞാനത് പൊട്ടിച്ചിട്ട് അവനെ ഉറക്കി. ഓൾറെഡി അവനെ ഉറക്കിയിട്ടേ നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം അവന് സർപ്രൈസായിട്ടാണ് ഇത് കൊടുക്കുന്നത്. അവനറിയില്ല ഇങ്ങനൊരു സാധനം നമ്മൾ അവന് വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നൊന്നും അവനറിയത്തില്ല. അവൻ വിചാരിച്ചു ആകെ ഡ്രസ്സ് മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നാണ് വിചാരിച്ചത്. 2-3 തവണ ചോദിച്ചു എന്തെങ്കിലും സർപ്രൈസ് ഉണ്ടോ എന്ന് ചോദിച്ചു, പക്ഷേ ഇല്ലയെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവനും ഓക്കെ എന്നുള്ള രീതിയിലാണ് നിന്നത്. എന്നിട്ട് പിന്നെ നേരെ നമ്മൾ അത് സെറ്റ് ചെയ്തിട്ട് അവിടെ റൂമിൽ വെച്ചു.
പിന്നെ സാറ്റർഡേ വേണം കേട്ടോ. സാറ്റർഡേ മോർണിംഗ് നമ്മൾ നേരെ പോയത് പള്ളിയിലാണ് കേട്ടോ. പള്ളിയിൽ പോയിട്ട് കുർബാനയൊക്കെ കൊണ്ടിട്ട് നമ്മൾ പോയി ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഒരു 8 മണി കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് കേട്ടോ പള്ളിയിലോട്ട് പോയത്. അപ്പം അത് എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും ഒരു 10 മണിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് നമ്മൾ തിരിച്ചു വന്നത്. തിരിച്ചു വന്നിട്ട് നമ്മൾ ഓൾറെഡി രാവിലെ ഹാളിലത് സെറ്റ് ചെയ്തിട്ടാണ് പോയത്. തിരിച്ചു വന്നവൻ കയറി നോക്കിയപ്പോഴേ ഹാളിൽ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചേക്കുന്ന ഒരു ഇത് കണ്ടായിരുന്നു. അന്നേരം നേരെ കയറി ഒന്ന് നോക്കി. അതിൻ്റെ ആ ഒരു ഇതാട്ടോ കാണുന്നത്. ആളൊട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു. ഇത് കഴിഞ്ഞ ആഴ്ച വന്ന സാധനമാണ്. പക്ഷെ നമ്മൾ പറഞ്ഞു ഇത് വേറൊരാളുടെ ഫാമിലിയിൽ വന്നതാണ്, അത് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. ആ ഒരു രീതിയിലായിരുന്നു അവനും ഇരുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ഒട്ടും എക്സ്പെക്റ്റഡ് ആയിരുന്നില്ല അവൻ ഇങ്ങനൊരു സർപ്രൈസ് അവന് കിട്ടും എന്നുള്ളത്. പിന്നെ അവൻ കുറേ നേരമൊക്കെ ഓടിച്ചു നോക്കി കേട്ടോ. ഫ്ലോറിലാണേലും കിടന്ന് കുറേ ഓടിച്ചു നോക്കി. ഇഷ്ടപ്പെട്ട സർപ്രൈസ് എങ്ങനെ ഉണ്ടായിരുന്നു? എക്സ്പെക്റ്റ് ചെയ്തില്ല അല്ലേ? പൊന്നു പള്ളിയിൽ നിന്ന് വന്നപ്പോഴത്തേക്കിന് പൊന്നുവിന് അപ്പ സർപ്രൈസ് ആയിട്ട് നൈറ്റ് റെഡിയാക്കി സെറ്റാക്കി വെച്ചതാ. പൊന്നിന് പിന്നെ ഉച്ചക്കത്തെ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞ് വൈകിട്ടത്തെ ഇതിന് വേണ്ടിയിട്ട് വൈകിട്ട് ഇവൻ്റെ ഫ്രണ്ട്സൊക്കെ വരുമല്ലോ. അപ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കണമായിരുന്നു. അതെല്ലാം പോയി ഉണ്ടാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് വേറെ കളർഫുള്ളായിട്ടുള്ള ബലൂൺ മേടിച്ചിട്ട് അത് റൂമെല്ലാം ഡെക്കറേറ്റ് ചെയ്തു. ബലൂൺസൊക്കെ പോയി വാങ്ങിച്ചതും വീർപ്പിച്ചതും അതേപോലെ തന്നെ റൂംസൊക്കെ ഡെക്കറേറ്റ് ചെയ്തതും ഹസ്ബൻഡാട്ടോ. വൈകിട്ട് എന്താണേലും അവൻ്റെ ഫ്രണ്ട്സ് വരുമല്ലോ. അപ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസാണ് വെച്ചത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഒരു കറിയായിട്ട് ചില്ലി ചിക്കനാണ് വെച്ചത്. ഇത് ഇങ്ങനെ ഇരിക്കുന്നു. പക്ഷേ ടേസ്റ്റൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ സേമിയ പായസമാണ് വെച്ചത് കേട്ടോ. സേമിയ പായസം അവൻ്റെ ഫേവറേറ്റാണ്. അതുകൊണ്ടാണ് സേമിയ പായസം ആക്കിയത്. പിന്നെ ആ പിള്ളേരൊക്കെ വന്ന് കുറേ ചാട്ടവും ബഹളവും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. അത്യാവശ്യം കുറേ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ടേ അത്യാവശ്യം ചാട്ടവും ബഹളവും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. 6 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് പിള്ളേർ വന്നു കേട്ടോ. പിന്നെ അവർ ചാട്ടവും ബഹളവും ഒക്കെ ആയിട്ട് ലാസ്റ്റ് നമ്മൾ കേക്ക് കട്ട് ചെയ്തത് ഒരു 7:30 ആയപ്പോഴത്തേക്കിനാട്ടോ കേക്ക് കട്ട് ചെയ്യാൻ എടുത്തത്. അതുവരെ പിള്ളേർ നല്ല ചാട്ടമായിരുന്നു. കേക്ക് കട്ട് ചെയ്യാനായിട്ട് പിള്ളേരെല്ലാം കൂടെ നിർത്തി. പിന്നെ നമ്മൾ ആദ്യമേ തന്നെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടാട്ടോ കേക്ക് കട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് അങ്ങ് ഫുഡ് കഴിച്ചു കേട്ടോ. പിള്ളേരെല്ലാം വർത്താനമൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താണ് അവരവിടെ ഇരിക്കുന്നത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും കുറേ നേരം കൂടെ അവർ കളിച്ചു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പയ്യെ അവർ വീട്ടിലോട്ട് പോയത്. പൊന്നു ബർത്ത്ഡേ സെലിബ്രേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടാ? ഹാപ്പിയാണോ? കേക്ക് കട്ടിങ് എല്ലാം ഇഷ്ടപ്പെട്ടാ? ഫ്രണ്ട്സിനെ വിളിച്ചൊക്കെ നല്ലതാ. ഒരു സന്തോഷമില്ലല്ലോ പറയുമ്പോൾ. സൂപ്പറായിരുന്നു. നെക്സ്റ്റ് ഇയർ എങ്ങനെ വേണം ബർത്ത്ഡേ? ബലൂൺസ് ഫുള്ള് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വെക്കണം. അങ്ങനെ വെക്കണം. ഓക്കെ. ഫോട്ടോ വെക്കണം. എൻ്റെ മറ്റേ ക്രിസ്മസ് ഞാൻ ബേബി എപ്പോൾ ക്രിസ്മസിൻ്റെ വെച്ചിട്ട് ആ ഫോട്ടോ ഇവിടെ ഒട്ടിക്കണം. ഹാപ്പി ബർത്ത്ഡേ ഇവിടെ ഒട്ടിക്കണം. ഓക്കെ, അത്ര മതി. നെക്സ്റ്റ് ഇയർ പിള്ളേരെയൊക്കെ വിളിക്കണം അല്ലേ? ഡിഫറൻസ്. ഓക്കെ, ഡൺ.